ജിയോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NTA UGC നെറ്റ് പേപ്പർ 1-ലെ ഹയർ എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റിലെ 6ാമത്തെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ നേരെ ചോദ്യങ്ങളിലേക്ക്. ഫസ്റ്റ് വൺ, ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് ചീഫ് ഇന്നൊവേഷൻ ഓഫീസർ? ഫസ്റ്റ് ചീഫ് ഇന്നൊവേഷൻ ഓഫീസർ ആയിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻസ് ഓരോന്ന് നോക്കിക്കൊള്ളുക. ആൻസർ ഡി ആണ്. അഭയ് ജെറിയാണ് ഫസ്റ്റ് ഇന്നൊവേഷൻ ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. MHRDയുടെ കീഴിലാണ് ഇന്നൊവേഷൻ സെല്ല് രൂപീകരിച്ചത് 2018. ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സഹായത്തോടു കൂടി തന്നെ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു കൾച്ചർ ഓഫ് ഇന്നൊവേഷൻ, എൻ്റർപ്രണർഷിപ്പ്, സ്റ്റാർട്ടപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു തുടക്കം കുറിക്കുക എന്ന രീതിയിലാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇന്നൊവേഷൻ സെല്ല് രൂപീകരിച്ചത് 2018. അതിൻ്റെ സഹായിയായിട്ടുള്ളത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ്, AICTE. Second one, which scheme is set to attract the best talent in social science for high quality research? ഉന്നത നിലവാരമുള്ള ഒരു ഗവേഷണത്തിനായിട്ട് സോഷ്യൽ സയൻസിലെ മികച്ച പ്രതിഭകളെ അട്രാക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള പദ്ധതി ഏതാണ്? സ്ട്രൈഡ്, ഇംപ്രിന്റ്, ഇംപ്രസ്, സ്പാർക്ക്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇംപ്രസ് ആണ്. ഇംപ്രസ്, IMPRESS. ഇംപ്രസ് മീൻസ് ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് ആണ്. ഇമ്പാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഇംപ്ലിമെന്റേഷനും മോണിറ്ററിങ്ങും ഒക്കെ നടത്തുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് ആണ്. ദെൻ ബാക്കിയുള്ള വേർഡുകളൊന്നും നോക്കിയുള്ള. സ്ട്രൈഡ് മീൻസ് സ്കീം ഫോർ ട്രാൻസ് ഡിസിപ്ലിനറി റിസർച്ച് ആണ്. സ്കീം ഫോർ ട്രാൻസ്ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ഇന്ത്യാസ് ഡെവലപ്പിംഗ് എക്കോണമി എന്നുള്ളതാണ്. ജൂലൈ 2019 സ്ട്രൈഡ് സ്റ്റാർട്ട് ചെയ്തത്. അതും UGCയുടെ ഒരു സംരംഭം തന്നെയാണ്, MHRDയുടെ കീഴിൽ. ദെൻ ഇംപ്രിന്റ് എന്ന് പറയുമ്പം ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജിയിൽ വരുന്നതാണ്. ഇമ്പാക്റ്റിംഗ് റിസർച്ച് ഇൻ ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജിയാണ് ഇംപ്രിന്റ്. സ്പാർക്ക് മീൻസ് സ്റ്റുഡൻസ് പ്രൊമോട്ടിംഗ് ആക്ഷൻ, റെസ്പോൺസിബിലിറ്റി ആൻഡ് നോളജ്. ഓക്കെ. തേർഡ് വൺ, which of the following coordinates, promotes and funds research activities of all social sciences discipline? സോഷ്യൽ സയൻസ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ സബ്ജക്റ്റിലെയും റിസർച്ച് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ICPR ന്യൂഡൽഹി, IIAS ഷിംല, ICSSR ന്യൂഡൽഹി, NUEPA ന്യൂഡൽഹി. ആൻസർ ഓപ്ഷൻ സി ആണ്. ICSSR ന്യൂഡൽഹിയാണ്. ICSSR എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ആണ്. അത് 1969 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോഷ്യൽ സയൻസിലുള്ള റിസർച്ച് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ബാക്കി ഓരോന്നിൻ്റെയും ഫുൾ ഫോം നമ്മൾ പല മോക്ക് ടെസ്റ്റുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്, 1 മുതൽ 5 വരെയുള്ള മോക്ക് ടെസ്റ്റുകളിലായിട്ട്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. Next one, brain drain problem, which was dominant in the middle of the 20th century in India, is indicative of which of the following aspects? 20th സെഞ്ചുറിയുടെ പകുതിയോടുകൂടി ഇന്ത്യയിൽ ഉണ്ടായ ഒരു ബ്രെയിൻ ഡ്രെയിൻ പ്രോബ്ലത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്തൊക്കെയാണ്? ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താ? മൈഗ്രേഷൻ ഓഫ് സ്കിൽഡ് പേഴ്സൺസ് എന്ന് പറയാം. സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബ്രെയിൻ ഡ്രെയിൻ പ്രോബ്ലത്തിന് കാരണമായിട്ട് 3 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ബ്രെയിൻ ഡ്രെയിന് കാരണമായത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ നോക്കിയാൽ ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ഫെസിലിറ്റീസ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി ആൻഡ് റിസർച്ച് ഇൻ ഇന്ത്യ ആണ് പറയുന്നത്. അപ്പോൾ അതൊരു കാരണമാണ്. ഇന്ത്യയിൽ അതൊരു പുഷ് ഫാക്ടറാണ്. പുഷ് ഫാക്ടറും പുൾ ഫാക്ടറും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ആളുകൾ പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ഫെസിലിറ്റീസ് തന്നെയാണ്. അത് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആയാലും പുവർ ഇൻഫ്രാസ്ട്രക്ചർ, കറപ്ഷൻ, ഇതെല്ലാം കൊണ്ട് തന്നെ ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത്, അപ്പോൾ ഒന്നാമത്തത് അതിനൊരു റീസൺ ആണ്. നെക്സ്റ്റ് വൺ പറയുന്നത് ഒരു പുൾ ഫാക്ടർ ആണ്. എന്താ? ആ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കപ്പാസിറ്റിയാണ്. അവർക്ക് ആ ടാലൻസിനെ വാങ്ങാനുള്ള, കൂടുതലായിട്ട് റെമ്യൂണറേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്ഡ് നേഷൻസിന് ഉണ്ടായി. അപ്പോൾ എവിടെയാണോ കൂടുതൽ ക്യാഷ് കിട്ടുന്നത് അപ്പോഴങ്ങോട്ടേക്ക് പോകും. അപ്പം സ്കിൽഡ് ആയിട്ടുള്ളവരായാലും അല്ലാത്തവരായാലും എവിടെയാണോ കൂടുതൽ ക്യാഷ് കിട്ടുന്നത് അങ്ങോട്ടായിരിക്കത്തില്ലേ അവരുടെ
ബുദ്ധിയായാലും അല്ലെങ്കിൽ അവരുടെ വർക്കായാലും ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ റീസൺ, കപ്പാസിറ്റി ഓഫ് ദ ഡെവലപ്ഡ് നേഷൻസ് ടു ബൈ ദ ടാലന്റ് അറ്റ് എ പ്രൈസ് ബിയോണ്ട് ദ മീൻസ് ഓഫ് ഡെവലപ്പിംഗ് നേഷൻസ്. ഡെവലപ്പിംഗ് നേഷൻസിൽ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ക്യാഷ് കൊടുത്ത് അവരെ വാങ്ങാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ഡെവലപ്ഡ് നേഷൻസിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് റീസൺസ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ആൻഡ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ ആ ഒരു 20th സെഞ്ചുറി സമയത്ത് ഇന്ത്യയിൽ പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടായിരുന്നു, പക്ഷേ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസർച്ച് എന്നുള്ള ഒരു റീസൺ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 1 and 2 ആണ് ആൻസർ. പുഷ് ഫാക്ടർ ആയിട്ട് ആഡിക്കേറ്റ് ഫെസിലിറ്റീസിന്റെ കുറവ്, ദെൻ പുൾ ഫാക്ടർ ആയിട്ട് ഡെവലപ്ഡ് നേഷൻസിന്റെ കപ്പാസിറ്റി. ഓക്കെ, ഞാൻ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക് ആണ് ഞാൻ എന്ന് പറയുന്നത്. ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ ഓർഡർ ടു. അപ്പോൾ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക് തുടങ്ങാനുള്ള റീസൺ, എൻകറേജ് ഗ്ലോബൽ സ്കോളേഴ്സ് എൻഗേജ് വിത്ത് ദെയർ കൗണ്ടർ പാർട്സ് ഇൻ ഇന്ത്യ, encourage Indian scholars to learn abroad, discourage Indian scholars from researching in India, encouraging global scholars to engage with Indian students in abroad. ഞാൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻകറേജ് ഗ്ലോബൽ സ്കോളേഴ്സ് എൻഗേജ് വിത്ത് ദെയർ കൗണ്ടർ പാർട്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ആഗോള ആയിട്ടുള്ള ഗ്ലോബലായിട്ടുള്ള സ്കോളേഴ്സിനെ, ആഗോള പണ്ഡിതന്മാരെ ഇന്ത്യയിലുള്ള പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. Next one, the present form of inter-university board that was previously established for promoting cooperation and coordination among universities. The യൂണിവേഴ്സിറ്റീസിന് ഇടയിൽ ഒരു സഹകരണവും ഏകോപനവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് മുമ്പ് സ്ഥാപിച്ച ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന്റെ ഇന്നത്തെ രൂപം UGC, AIU, NUPA, ICSSR. ആൻസർ ഓപ്ഷൻ ബി ആണ്, AIU ആണ്. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. മുമ്പ് അത് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്നായിരുന്നു. ഇപ്പോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി 1925 സ്റ്റാർട്ട് ചെയ്തത്. ഹെഡ് ക്വാർട്ടർ ന്യൂഡൽഹിയാണ്. 7th one, the method of learning in higher education in India in the past consisted of. മുമ്പ് ഒരു ഹയർ എഡ്യൂക്കേഷനിലെ മെത്തേഡ് ഓഫ് ലേണിംഗ് ഏതൊക്കെയായിരുന്നു വരുന്നത് ഒരു പാസ്റ്റിൽ. അപ്പോൾ താഴെ വരുന്ന ഓരോന്നും വായിച്ചു നോക്കുക. ഓരോ വേർഡും ഇപ്പോഴുണ്ടായത് പുതിയതായിട്ട് രൂപപ്പെട്ടതാണോ അതോ മുൻപ് മുതലേ ഉണ്ടായിരുന്നതാണോ എന്നുള്ളത്. അപ്പോൾ ഓപ്ഷൻ എയിൽ നോക്കിയാൽ മെമ്മറൈസേഷൻ, കാണാതെ പഠിത്തം, അത് പണ്ട് മുതലേ ഉള്ളത് തന്നെയാണ്. ദെൻ ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളത് ഒരു പുതിയ ഐഡിയ ആണ് അല്ലെ. ബ്രെയിൻ സ്റ്റോമിംഗ് പ്രൊസീജിയേഴ്സും സെമിനാർസും അതെ ഒരു പുതിയ ഐഡിയ തന്നെയാണ്. ദെൻ ഓപ്ഷൻ ബിയിൽ വരുന്നത് മെമ്മറൈസേഷൻ ഓൾഡ് ആണ്, ക്രിട്ടിക്കൽ അനാലിസിസ്, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിംഗ്. ഇത് മൂന്നും മുമ്പ് പണ്ടേ നിലവിലുണ്ടായിരുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ട് എടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്രിട്ടിക്കൽ അനാലിസിസ് ഓക്കെയാണ്. ദെൻ അസൈൻമെന്റ് റൈറ്റിങ്ങും ഓറൽ റിപ്പോർട്ട് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ അസൈൻമെന്റ് റൈറ്റിംഗ്, സെമിനാർ, ബ്രെയിൻ സ്റ്റോമിംഗ് അതെല്ലാം തന്നെ ഒരു പുതിയതായിട്ടുള്ള ഐഡിയാസ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തത് ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ, മെമ്മറൈസേഷനും ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സ്വയം? സ്വയത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മുമ്പുള്ള മോക്ക് ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ 5 വരെയുള്ള മോക്ക് ടെസ്റ്റിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വരുന്ന നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഡിജിറ്റൽ പ്രോഗ്രാം ടു അച്ചീവ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ, ഓൺലൈൻ പ്ലാറ്റ്ഫോം, നെയിം ഓഫ് എ വെബ്സൈറ്റ്. സ്വയം എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്രോഗ്രാമാണ്, ടു അച്ചീവ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കീഴിൽ വരുന്നതാണ്. സ്വയത്തിന്റെ ഫുൾ ഫോം പഠിച്ചോളുക. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് ആണ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. നെക്സ്റ്റ് വൺ, the 42nd amendment to the constitution in 1976 moved education from. 1976 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം എഡ്യൂക്കേഷനെ മൂവ് ചെയ്തത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് യൂണിയൻ ലിസ്റ്റിലേക്കാണോ, കൺകറന്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക്, സ്റ്റേറ്റ് ലിസ്റ്റ് ടു കൺകറന്റ് ലിസ്റ്റ്, കൺകറന്റ് ടു യൂണിയൻ ലിസ്റ്റ്?
അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലാണ് അല്ലേ. അപ്പം അതിൽ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറി എന്ന് പറയുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റ് ടു കൺകറന്റ് ലിസ്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒന്ന് പെട്ടുപോയേനെ. അപ്പോൾ ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ നിന്നാണെന്ന് അറിയാം. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് എഡ്യൂക്കേഷനെ മാറ്റിയത് 42ാമത്തെ അമെൻമെന്റ് പ്രകാരം. Last one. According to the new education policy 2020, how much of gross domestic product will be spent on education? 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം GDPയുടെ എത്ര പെർസെൻറ്റേജ് ആണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചെലവാക്കണം എന്നുള്ളത്. ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. 2020 ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 6.5%, 6%, 4.45. ആൻസർ ഓപ്ഷൻ ബി ആണ്. 6% ആണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചെലവാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യ ഒരു 4.65% മാത്രമേ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ചെലവാക്കുന്നുള്ളൂ. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് 6% ആണ് ചെലവാക്കേണ്ടത്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസും ഇവിടെ പൂർത്തിയായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.